മടങ്ങി വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് തൃപ്പൂണിത്തറയിൽ ഉണ്ടായ ഒരു സംഭവം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യുന്നത്. തൃപ്പൂണിത്തറയിൽ അമ്മയെ പുറത്താക്കി മകൾ വീട് പൂട്ടി പുറത്തുപോയ സംഭവത്തിൽ ഇടപെട്ട നാട്ടുകാർക്കും മാധ്യമങ്ങൾക്കുമെതിരെ പോലീസ് കള്ളക്കേസെടുക്കുന്നു എന്നതാണ് പുതിയ സാഹചര്യം. വീടിന്റെ വാതിൽ പൊളിച്ച് അമ്മയെ അകത്ത് പ്രവേശിപ്പിച്ച CPM പ്രവർത്തകർ ഉൾപ്പെടെ നാട്ടുകാരായ 4 പേർക്കെതിരെയാണ് ഭവനഭേദനം, മോഷണം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി മരട് പോലീസ് കേസെടുത്തത്. CPM നേതൃത്വത്തിന്റെ നിർദ്ദേശത്തോടെയാണ് കള്ളക്കേസ് എന്നാണ് ആക്ഷേപമുയരുന്നത്. പാർട്ടി അംഗങ്ങൾക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് CPM ബ്രാഞ്ച് അംഗങ്ങൾ പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. വാർത്ത റിപ്പോർട്ട് ചെയ്ത ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾക്കും പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സരോജിനി അമ്മയെ വീടിന് പുറത്താക്കിയ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് 18 ആണ്. ഈ പ്രേക്ഷകർ കാണുന്നതാണ്, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് പോലീസ് നൽകിയിരിക്കുന്ന നോട്ടീസ്. ന്യൂസ് 18 നൽകിയിരിക്കുന്ന നോട്ടീസാണ്. ദൃശ്യങ്ങളടക്കം ഹാജരാക്കാനാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. ഒരു വയോധിക, ഒരു വീട്ടമ്മ വീടിന് പുറത്താക്കപ്പെടുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ എന്തു പിഴച്ചു എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. മാധ്യമങ്ങളോട് വിശദീകരണം തേടുന്ന പോലീസിന്റെ അസാധാരണ നടപടി, ഇത് ആരെ സംരക്ഷിക്കാൻ എന്ന ചോദ്യമാണ് ഉണ്ടാവുന്നത്. ആർക്കാണ് ഇവർ നീതി നടപ്പിലാക്കുന്നത് പോലീസ് എന്ന ചോദ്യമാണ് ഉണ്ടാവുന്നത്. ഒപ്പം ആ വീട്ടമ്മയെ സഹായിക്കാൻ ഒപ്പം നിന്ന നാട്ടുകാർക്കെതിരെയും നടപടി ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ പോലീസിന്റെ നീക്കമെന്ത് എന്ന ചോദ്യമാണ്. ഒരു വീട്ടമ്മയെ വീടിന് പുറത്താക്കുമ്പോൾ അവിടെ പ്രതിഷേധിച്ച് തടിച്ചുകൂടി ആ വീട്ടമ്മയെ രാത്രിയിൽ ആ അമ്മയെ വീടിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ നാട്ടുകാർ ഇടപെട്ടു എന്ന പേരിലാണ് 4 പേർക്കെതിരെ കേസ്. ഒപ്പം വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളും തെറ്റുകാര് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. നവമി ദിനേശ് നമുക്കൊപ്പം ചേരുന്നു. നവമി, അസാധാരണ സാഹചര്യമാണ്. ഒരു ദിവസം ഒരു വൈകുന്നേരമാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ വലിയ ഇടപെടലുണ്ടാവുന്നു. നിരവധി സമയത്തെ പ്രതിഷേധത്തിനൊടുവിൽ അവിടെ നാട്ടുകാർ ഇടപെട്ട വീട്ടമ്മയെ, ആ അമ്മയെ വീടിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ തീരുമാനമുണ്ടാകുന്നു. ഒടുവിൽ അസാധാരണ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ് അന്നത്തെ ദിവസം നടന്ന സംഭവം. നാട്ടുകാർ ഇടപെട്ട് ആ വീട്ടമ്മയെ, ആ വയോധികയെ വീടിനുള്ളിലേക്ക്, പുറത്താക്കപ്പെട്ട ആ വീടിനുള്ളിലേക്ക് തന്നെ പ്രവേശിപ്പിക്കുന്നു എന്നതാണ്. മകൾ വീട് പൂട്ടി പുറത്തുപോയി ആ വീട്ടമ്മയ്ക്ക്, ആ അമ്മയ്ക്ക് സന്ധ്യസമയത്ത് പുറത്തിരിക്കേണ്ടി വന്നു എന്ന സാഹചര്യമാണ്. അത്തരമൊരു ദുരന്ത സാഹചര്യത്തിൽ നാട്ടുകാരും മാധ്യമങ്ങളും ഇടപെട്ടു എന്നതാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിക്ക് പോലീസിനെ പ്രേരിപ്പിച്ചത് എന്നതാണ്. പോലീസ് ആർക്കൊപ്പം എന്ത് നീതി നടപ്പിലാക്കുന്നു എന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാവുന്ന സാഹചര്യമായി ഇത് മാറുകയാണ് എന്നതാണ് സാഹചര്യം. നവമി ദിനേശുണ്ട് നമുക്കൊപ്പം. നവമി, നമ്മൾ ഒരു പകൽ മുഴുവൻ പൂർണ്ണമായും ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഒടുവിൽ അതിൽ ആ വീട്ടമ്മയെ വീടിനുള്ളിൽ തിരികെ കയറ്റിയതിന് ശേഷമാണ് നമ്മുടെ മാധ്യമ ദൗത്യം അവിടെ അവസാനിപ്പിച്ചത്. അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയതിന് ന്യൂസ് 18-നെതിരെ കേസെടുക്കുന്നു, പൊതുമാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുന്നു, അവിടെ ഇടപെട്ട നാട്ടുകാർക്കെതിരെയും കേസെടുക്കുന്നു എന്ന സാഹചര്യം പോലീസിന്റെ ഭാഗത്തു നിന്നും എങ്ങനെ ഉണ്ടാവുന്നു? എന്തെങ്കിലും സമ്മർദ്ദമാണോ പോലീസിനെ ഇതിന് പ്രേരിപ്പിച്ചത്? സജിത്ത്, നമ്മുടെ നാട്ടിലൊരു ദുരന്തമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അപകടമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഈ രക്ഷാപ്രവർത്തകരെ, അല്ലെങ്കിൽ ഫയർഫോഴ്സോ പോലീസോ ജനപ്രതിനിധികളോ ഒക്കെ അവിടെ എത്തുന്നതിന് മുൻപ് അവിടെ ഓടിയെത്തുന്നത് അവിടുത്തെ നാട്ടുകാരായിരിക്കും, പരിസരവാസികളായിരിക്കും, അയൽക്കാരായിരിക്കും. അങ്ങനെയാണ് പലപ്പോഴും വലിയ ദുരന്തങ്ങളൊക്കെ നമ്മൾ തുടച്ചു നീക്കുന്നത് ഇവരുടെ സഹായത്തിലായിരിക്കും. അത്തരത്തിൽ ഈ വയോധികയായ സരോജിനി അമ്മ ഒരു രാത്രി ഏകദേശം ഒരു 10 മണിയോടടുപ്പിച്ച് വീട്ടിൽ കയറാനാകാതെ, അന്തി ഉറങ്ങാനാകാതെ, ആഹാരം കഴിക്കാതെ ഈ റോഡിൽ നിന്നപ്പോൾ അവരെ സഹായിച്ചത് ഈ നിൽക്കുന്ന നാട്ടുകാരാണ്. ഈ നാട്ടുകാരാണ് അവരെ ഓടിയെത്തി അവർക്ക് ആഹാരം വാങ്ങിക്കൊടുത്തു, വെള്ളം വാങ്ങിക്കൊടുത്തു, അവർക്ക് വീട്ടിലേക്ക് ഉള്ളിലേക്ക് കയറുന്നതിന് മുൻപ് വേണ്ടിയിട്ടുള്ള എല്ലാ സുരക്ഷയും സംരക്ഷണവും ഒരുക്കിയത് ഇവിടെയുള്ള നാട്ടുകാരാണ്. ആ നാട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അത് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഭവനഭേദനം, മോഷണമടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ ഏറ്റവും തമാശ എന്നോണം പറയട്ടെ, ഈ കേസെടുത്തത് എന്തിനാണെന്ന് പോലും ഈ നാട്ടുകാർക്ക് പലർക്കും ഇപ്പോഴും അറിയില്ല. 4 പേർ, ഈ മോഷണത്തിന് 4 പേരാണ് പ്രതികളാക്കിയിരിക്കുന്നത്. 50 പേർക്കെതിരെയാണ് കേസെടുത്തത്. അതായത് അന്ന് ഈ സംഭവം അറിഞ്ഞ്, ഈ സരോജിനി അമ്മയുടെ ദുഃഖമറിഞ്ഞ് ആ അമ്മയ്ക്ക് താങ്ങായും തണലായും ഇവിടെ എത്തിയ 50 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്.
തന്നെ ഒരു അംഗമായ മെമ്പറായിട്ടുള്ള ഈ സരോജിനി അമ്മയുടെ മകളുടെ പരാതിയിൽ ഈ പരാതി ഈ കേസ് എടുത്തിരിക്കുന്ന ഈ പ്രതികളായിക്കോട്ടെ ഈ പാർട്ടിയിലെ തന്നെ അംഗങ്ങളാണ്. അത് CPM-ന്റെ മാത്രമല്ല BJP-യുടെ ഒക്കെ പാർട്ടിയിലെ അംഗങ്ങളായിട്ടുള്ള പാർട്ടി പ്രവർത്തകരായിട്ടുള്ള സജീവ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ളവർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇവരിപ്പോഴും ഉറച്ചു തന്നെ പറയുന്നു, ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അവിടുന്ന് ആ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരും ഈ ജനങ്ങളും പോലീസിന്റെ കാവലും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായപ്പോഴാണ് ഇവരെല്ലാവരും അകത്തേക്ക് കയറിയത്. ആ സരോജിനി അമ്മയുടെ അടുത്ത് മാത്രമേ ഇവർ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ വീട്ടിന്റെ അകത്തേക്ക് കയറിയിട്ടില്ല. ഇവരെ ആരെയും, ഈ മകളെയോ മകളുടെ വീട്ടുകാരെയോ ആരെയും അസഭ്യം പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് തങ്ങൾക്കെതിരെ ഈ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. ഇതിന്റെ പേരിൽ 10 ദിവസം ഒളിവിൽ പോകേണ്ടി വന്ന ആളുകൾ ഉൾപ്പെടെ ഇവിടെ നിൽക്കുകയാണ്. പിന്നീട് ജാമ്യം കിട്ടിയാണ് ഇവർ ഇവിടേക്ക് വരുന്നതും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ പോലും പോലീസിന്റെ ഒരു സമീപനം, പോലീസിനും അറിയാം ഇതൊരു കള്ളക്കേസാണെന്ന്. അത്തരത്തിൽ തന്നെയാണ് ഇവരോടുള്ള പോലീസിന്റെ പെരുമാറ്റവും. എന്തായാലും മാധ്യമപ്രവർത്തകർക്കെതിരെയും മാധ്യമപ്രവർത്തകർക്കും നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു തമാശ. അത് ന്യൂസ് 18നോട് ഈ ഫെബ്രുവരി 1-ാം തീയതി രാത്രി 10 മണിയോട് അടുപ്പിച്ചാണ് ന്യൂസ് 18 സംഘം ഈ വാർത്ത, ഈ നാട്ടുകാരിലായ ഒരാൾ ന്യൂസ് 18ന്റെ റിപ്പോർട്ടർ നമ്മുടെ ടോം കുര്യാക്കോസിനോട് ഈ വാർത്ത വിളിച്ചു പറയുകയും ടോമും നമ്മുടെ ക്യാമറാമാൻ അടക്കമുള്ളവർ ഇവിടേക്ക് പാഞ്ഞെത്തുകയും ഈ സരോജിനി അമ്മയോട് വിവരങ്ങൾ അന്വേഷിക്കുകയും കളക്ടറെ ഉൾപ്പെടെ വിളിക്കുകയും ഉമാ തോമസ് MLA ഇവിടെ എത്തുകയും അങ്ങനെ ഈ സമയത്ത് ഈ ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാവരും ഇവിടെ എത്തി. പിന്നീട് ഓരോ മാധ്യമപ്രവർത്തകരും ഇവിടെ എത്തി. സരോജിനി അമ്മ ഈ വീട് പൊളിച്ച് ഉള്ളിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കാണിക്കുകയും ചെയ്തു. ആ സമയത്തും അതിനുശേഷവും ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലും സരോജിനി അമ്മ പറയുന്നത്, ഞാൻ മാത്രമാണ് ഈ വീട് പൊളിച്ചത്, വേറെ ആർക്കും ഇതിലൊരു പങ്കുമില്ല. എനിക്ക് എന്റെ വീട്ടിൽ ഇവിടെ അന്തി ഉറങ്ങണം, എന്റെ വീടാണിത്, അവിടെ ഞാൻ അന്തി ഉറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് സരോജിനി അമ്മ വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു. അതിനെല്ലാം സഹായകരമായി എത്തിയത് ഈ നാട്ടുകാരാണ്. ഒപ്പം ഈ ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമപ്രവർത്തകരും എത്തിയിട്ടുണ്ടായിരുന്നു. ഈ മാധ്യമപ്രവർത്തകരോട് അടക്കമാണ് ഈ ദൃശ്യങ്ങൾ സഹിതം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ നാട്ടുകാരുണ്ട്, ഇവരൊക്കെയാണ് 4 പ്രതികളാക്കിയും പിന്നീട് 50 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ നിങ്ങൾ 4 പേർക്കെതിരെയാണ് കേസുണ്ട്, നിങ്ങൾ ജാമ്യത്തിലാണ്. ഇപ്പോൾ പോലീസിന്റെ ഒരു നടപടി, പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചപ്പോൾ അവർക്കും അറിയാം ഇതൊരു കള്ളക്കേസാണെന്ന്. ആ രീതിയിൽ തന്നെയാണ് നിങ്ങളോടുള്ള പെരുമാറ്റവും. നിങ്ങളെ ഒരു ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു സമ്മർദ്ദത്തിന് പിന്നാലെയാണ് നിങ്ങൾക്കെതിരെ ഇത്തരത്തിലൊരു കേസ് എടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എനിക്കെതിരെ ആരോപിച്ചേക്കുന്നത് അസഭ്യം പറഞ്ഞു എന്നാണ് ആരോപിച്ചേക്കുന്നത്. ഇപ്പോൾ 4 പേരിൽ ഒരാൾ അസഭ്യം. ഇപ്പോൾ ഞാൻ അറിയുന്നത് ഈ പറഞ്ഞ FIR-ൽ പേര് ഇത് സെക്ഷൻ വന്നപ്പോഴാണ് എനിക്കെതിരെ ഉള്ള ആരോപണം അറിയുന്നത്. അപ്പോൾ ഇത് പ്രകാരമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മാറി നിന്നത്. മാറി നിന്ന ആൾക്കാർക്ക് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പാടില്ല എന്താണ് നമുക്ക് പേരുള്ളത് ചാർജ് ചെയ്തേക്കുന്നത്. പിന്നെ ജാമ്യവ്യവസ്ഥയിൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ജാമ്യത്തിൻ്റെ ഇത് വായിക്കുമ്പോഴാണ് നമുക്കറിയുന്നത് ഈ പറഞ്ഞ മറ്റു 3 പേർക്കെതിരെ ഉള്ള ആരോപണം അവർ വീട് കുത്തി തുറന്ന് അകത്ത് കയറി പാദസരം മോഷ്ടിച്ചു എന്നാണ് കൊടുത്തേക്കുന്നത്. ആ സമയത്ത് ഇപ്പോൾ 2-ാം തീയതിയാണ് ഈ വാർത്താ സംഭവം നടന്നു എന്ന് പറയുന്നത്. ആ 2-ാം തീയതി വൈകിട്ട് ഒരു 5 മണി തൊട്ട് പോലീസ് കാവൽ അമ്മക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2-ാം തീയതി തൊട്ട് ഒരു 10-ാം തീയതി അത് അതിനപ്പുറം വരെയും പോയിട്ടുണ്ട്. അപ്പോൾ ഈ പോലീസ് കാവൽ 2 പോലീസുകാർ കാവലുണ്ട് അമ്മക്ക്. ആ സമയത്താണ് ഇവിടെ മോഷണം നടന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് പിന്നെ അസഭ്യം പറഞ്ഞ സമയത്തും ഈ സമയം പോലീസുകാരും 10, 50, 60 നാട്ടുകാർ ഇവിടെ ഉണ്ട്. ആ സമയത്ത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. അത് പോലീസുകാർക്കും അറിയാൻ നടന്നിട്ടില്ല. പക്ഷേ ബാഹ്യ സമ്മർദ്ദങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദം നല്ലോണം ഉണ്ട്. ഇങ്ങനെ കേസ് കൊടുത്തതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദം ശരിക്കും. പിന്നെ ഇവരും അത് തന്നെ പറയും. ഇപ്പോൾ നമ്മുടെ ഈ റോട്ടിൽ കൂടി തന്നെ ആർക്കും പോകാൻ പറ്റുന്നില്ല. റോട്ടിൽ കൂടി പോയാൽ എല്ലാവരെയും അസഭ്യം പറയുക. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഒരു അരവിന്ദൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. പുള്ളിക്ക് 82 വയസ്സിന് പൊക്കത്തുണ്ട്. ഇപ്പോൾ ഈ അരവിന്ദൻ ചേട്ടൻ പോകുമ്പോഴും ശരി ചീത്തയാണ്, ബഹളമാണ്. അപ്പോൾ എപ്പോൾ പോയാലും ബഹളമാണ്. അതേപോലെ ആര് പോയാലും ഇപ്പോൾ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അങ്ങനെ എണ്ണയാളോടും 10-22 പേരെ ഇവർ ചീത്ത പറഞ്ഞേക്കണേ. ആ സമയത്ത് ഒരു വീഡിയോയിൽ കണ്ടേക്കണ ആ സമയത്ത് അമ്മയുടെ വീട്ടിൽ കയറുന്ന സമയത്ത് വീഡിയോയിൽ ആരെയൊക്കെ കണ്ടോ അവരെല്ലാവരെയും ചീത്തയാണ്. ഇപ്പോൾ കമലഹാസൻ ചേട്ടനെ പോയപ്പോൾ ചീത്ത പറഞ്ഞു, അനിൽ എന്ന് പറഞ്ഞ ചേട്ടനെ ചീത്ത പറഞ്ഞു, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ BJP പ്രവർത്തകരാണ് ഇവരെ ചീത്ത പറഞ്ഞു. അപ്പുറത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട്, അവർ പോകുമ്പോൾ ചീത്ത, പാർട്ടിക്കാരെ ചീത്ത പറയുക. അതൊക്കെ ഇപ്പോൾ നമുക്ക് തിരിച്ചൊന്നും ആരും തിരിച്ചു പറയാനില്ല. കാരണം വെച്ചാൽ ഇവർ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇവർ ഫ്രണ്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. ഈ അസഭ്യം പറയുന്നത് കാണിച്ചു തരാം, ഞങ്ങൾക്ക് ഇന്ന ആൾക്കാരുടെ പിന്തുണയുണ്ട്, ഇന്ന ഇപ്പോൾ ഇത് ചീത്ത പറഞ്ഞു കഴിഞ്ഞ് വന്നിട്ട് അവിടെ നിന്ന് പിന്നെ അരവിന്ദൻ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് അരവിന്ദൻ ചീത്തയാണ്. എന്നെയും മോശമായിട്ട് പറയുന്നുണ്ട്.
ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം നമുക്ക് റോട്ടിൽ കൂടി നടക്കാൻ പറ്റുന്നില്ല. അതാണ് സജിത്ത്, ഈ മകൾ ടിജോ പറയുന്നത് ഞങ്ങൾക്ക് കൃത്യമായി പാർട്ടിയുടെ പിന്തുണയുണ്ട്, നിങ്ങൾക്ക് അതാണ് പറയുന്നത്. നവമി സൂചിപ്പിക്കുന്നത് പോലെയാണ് അവിടെ സാഹചര്യം. എന്തായാലും പ്രദേശത്ത് CPIM-ന്റെ പ്രവർത്തകർ തന്നെയുണ്ട്. അവർ ആരോപിക്കുന്നത് പാർട്ടിയുടെ സമ്മർദ്ദം മൂലമാണ്. കാരണം ഇതൊരു രക്തസാക്ഷി കുടുംബമായിരുന്നു, പാർട്ടി തന്നെ വെച്ചുകൊടുത്ത വീടാണ്. ആ വീട്ടിൽ നിന്ന് ആ അമ്മയെ പുറത്താക്കി എന്നതായിരുന്നു ഉയർന്ന ആക്ഷേപം. അതൊടുവിൽ വലിയ ഇടപെടലുകളും മറ്റും ഉണ്ടായി. ഒടുവിൽ അത് ആ അമ്മയെ വീട്ടിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതാ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അന്ന് വൈകിട്ട് ഉണ്ടായ സംഭവമാണ്. വീട്ടിലേക്ക് അവരെ തിരികെ പ്രവേശിപ്പിക്കുന്നതായിരുന്നു സംഭവിച്ചത്. ഒടുവിൽ പിന്നീട് അവിടെ പോലീസ് ക്യാമ്പും പോലീസിന് കാവലൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ പിന്നീടാണ് സംഭവിക്കുന്നത് അവിടെ ഇങ്ങനെ പ്രദേശവാസികൾ അവിടെ മോഷണം നടത്തി, ഭവനഭേദനം നടത്തി തുടങ്ങിയ ആക്ഷേപം അവിടെ ഉന്നയിക്കുന്നത്. നവമിക്ക് തുടരാം. കൂടുതൽ ആളുകൾ എങ്ങനെ പ്രതികരണം നടത്തുന്നു, എന്താണ് അവരുടെ അവിടുത്തെ അവസ്ഥ? സജിത്ത്, ഈ ഫെബ്രുവരി 1-ാം തീയതി ഈ അമ്മയുടെ ദുഃഖം നമ്മൾ മാധ്യമങ്ങളടക്കം ഇവിടെ എത്തി പുറം ലോകത്തെ അറിയിക്കുന്നു. പിന്നീട് കളക്ടർ അടക്കം ഇടപെട്ട് ഈ അമ്മയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നു. അതിന്റെ പിറ്റേ ദിവസം 2-ാം തീയതി ഈ മകൾ ടിജോ ഒരു പത്രസമ്മേളനം നടത്തുന്നു. ആ പത്രസമ്മേളനത്തിന്റെ സമയത്ത്, അതായത് ഈ മകൾ ഇവിടെ എത്തുമ്പോൾ മകൾക്കൊപ്പം ഗുണ്ടകളെന്ന് കരുതപ്പെടുന്ന ഒരു 6-7 പേരും ഉണ്ടായിരുന്നു. അവർക്കൊപ്പമാണ് ഈ മകൾ ഈ വീട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം അവരുടെ പത്രസമ്മേളനം കഴിഞ്ഞ് കൃത്യം പറഞ്ഞ 4-ാം തീയതിയാണ് ഇവരോട് പറയുന്നത്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവർക്കെതിരെ കേസെടുത്തു എന്നുള്ളൊരു വിവരം അറിയുന്നത്. ഈ നിൽക്കുന്നത് വിജയകുമാർ ഏട്ടൻ. ഈ ചേട്ടനെയാണ് ഈ പാദസ്വരം മോഷ്ടിച്ചതിന്റെ പേരിൽ 1-ാം പ്രതിയാക്കി ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്താണ് ഈ തനിക്കെതിരെ കേസെടുത്തുവെന്ന്, അല്ലെങ്കിൽ ഈ മോഷണ ശ്രമത്തിനാണ് കേസെടുത്തുവെന്ന് വളരെ വൈകിയാണ്, അല്ലെങ്കിൽ FIR ഇട്ടതിന് ശേഷമാണ് അറിയുന്നത്. പിന്നീട് ഇദ്ദേഹം ഒളിവിൽ പോവുകയും ജാമ്യം കിട്ടിയതിനു ശേഷമാണ് പുറത്ത് നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തത്. വളരെ ഇത് നമുക്ക് കേൾക്കുമ്പോൾ ഇത് പറഞ്ഞു പോകുന്നുവെങ്കിലും ഇവരുടെ ഒരു മാനസികാവസ്ഥ, ഒളിവിൽ പോവുക അല്ലെങ്കിൽ ഒരു കേസെടുക്കുക, പത്രത്തിൽ ഇവരുടെ പേര് വരിക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു സഹായിക്കാൻ ഒരാളുടെ അടുത്തേക്ക് പോയത്, ഒരു അമ്മയെ സഹായിക്കാൻ ചെയ്തത് അത് ഇത്ര വലിയൊരു വിനയായി മാറുമെന്ന് ഇവരാരും കരുതിയിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മനുഷ്യരെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ എന്തിനി സഹായിക്കണമെന്നൊരു ചോദ്യമായിരിക്കും ഇവരെല്ലാവരും പിന്നീട് ഉന്നയിക്കുന്നത്. അത് തന്നെയാണ് വിജയകുമാറേട്ടന് നമ്മളോട് പറയുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരാളെ സഹായിക്കാൻ പോയാൽ കേസെടുത്താൽ പിന്നെ എങ്ങനെ നമ്മൾക്ക് മനുഷ്യരെ സഹായിക്കാൻ പോകുമെന്ന് നമുക്ക് വിജയകുമാറിനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, അന്ന് വളരെ ഞെട്ടലോടെയാണ് ഈ കേസെടുത്തു എന്നുള്ളൊരു സംഭവം അറിഞ്ഞത്. ആ ദിവസത്തെ ഒന്ന് ഓർത്തെടുക്കാമോ? എന്തായിരുന്നു സംഭവിച്ചത്? മാഡം ഇപ്പൊ പറഞ്ഞ ആ ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യമാണ് എന്നോട് പോലീസുകാരും ചോദിച്ചത്. കാരണം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചത്, ഇനി മേലെ നിങ്ങൾ ഇതേപോലെയുള്ള കേസുകളിൽ ഇടപെടുവോ എന്നുള്ളതാണ് എന്നോട് ചോദിച്ചത്. കാരണം ഇപ്പൊ കേസ് വന്നില്ലേ, ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിക്കാനല്ലേ, അതാണ് അവരും ചോദിക്കുന്നത്. കാരണം അവർക്കും സപ്പോർട്ടാണ്. അവരാണ് ഇതിനകത്ത് കൂടുതലും. കാരണം അവർക്ക് ചിലപ്പോൾ പ്രഷർ ഉണ്ടാവും, പാർട്ടിയുടെ എന്തെങ്കിലും പ്രഷറൊക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉമാ തോമസും ഇവരെല്ലാവരും ഉള്ള സമയത്ത്, പൊളിക്കുന്ന സമയത്ത് ഞാൻ പുറത്തു നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുക. എൻ്റെ കയ്യിലുണ്ട്, അതിന്റെ ക്ലിപ്പൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ അകത്ത് കയറിയിട്ട് പോലുമില്ല. 2-ാമത്തെ ദിവസം, അതായത് വാർത്താസമ്മേളനം നടക്കുന്ന ദിവസം എല്ലാം കഴിഞ്ഞ്, വാർത്താസമ്മേളനം കഴിഞ്ഞിട്ട് ഇവർ പോകുമ്പോൾ 3 കസേര പുറത്ത് കിടക്കുന്നുണ്ട്. ഈ കസേര എടുത്ത് അകത്തിടാനാണ് അമ്മയെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 കസേര 3 പേരും കൂടെ കയറി എടുത്ത് അകത്തിട്ടു. ഈ അകത്തിട്ട ആ സമയത്താണ് ഇവർ എനിക്കെതിരെ കേസ് പറഞ്ഞേക്കുന്നത്. അന്നേരമാണ് ഈ മോഷണം നടത്തിയെന്ന് പറയുന്നത്. ഞാൻ അറിഞ്ഞിട്ടുമില്ല ഇന്ന് സംഭവം എന്ത് പറയാനാ, വെറുതെ ഒരു ഇതുണ്ടാക്കുക, അത്രേ ഉള്ളൂ. പിന്നീട് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് അവരുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? അല്ല, അവരുടെ പ്രഷർ അനുസരിച്ചാണ് അവർ പറയുന്നത്. കാരണം അവർക്ക് കേസെടുക്കാൻ നിവൃത്തിയില്ല. ഞങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് അവിടെ നിന്ന് ഭയങ്കര പ്രഷറാണെന്ന് അവർ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഞങ്ങൾക്കെതിരെ കേസെടുത്തിട്ട് ഞങ്ങളെ 10 ദിവസം ഇതേപോലെ പുറത്തുപോയി താമസിച്ച്, അങ്ങനെ അത് കഴിഞ്ഞ് ജാമ്യം കിട്ടിയ ശേഷമാണ് ഞങ്ങൾ തിരിച്ചിവിടെ വന്നത്. ഈ പാർട്ടിയിലേക്ക് ഇത് അറിയിച്ചിരുന്നോ? പാർട്ടിയുടെ ഒരു സമീപനം നിങ്ങൾ? പാർട്ടിയിലായിട്ട് എല്ലാം ഞങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ഞങ്ങളുടെ കൂടെ ഉണ്ട്. കാരണം ബ്രാഞ്ച് വിളിച്ചിട്ട് ഇതേവരെ അവർ വന്ന് സംസാരിക്കുകയെ, നേതാക്കന്മാർ വന്ന് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആരും വന്നിട്ടുമില്ല. അവർ സപ്പോർട്ട് ചെയ്ത് വന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ വീട്ടിൽ വന്ന് അവർ മീറ്റിംഗൊക്കെ കൂടി അവർ പോയി അവർക്ക് വേണ്ടിയിട്ട്. അല്ലാതെ ഞങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് ഒരു പാർട്ടിക്കാരും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. ഇവിടെയുള്ള ലോക്കൽ ഇപ്പോൾ ഒരു ബ്രാഞ്ച് തന്നെ ഇല്ലാണ്ടായിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അത് ബ്രാഞ്ച് തന്നെ ആർക്കും വേണ്ടെന്നുള്ള കണ്ടീഷനിലാണ്. തെരഞ്ഞെടുപ്പിലടക്കം നിങ്ങൾ പ്രചാരണത്തിൽ അടക്കം ഞാൻ ഇവിടെ നാട്ടുകാർ മൊത്തം എതിരായിരിക്കും. കാരണം അങ്ങനെ അതിന് ചെയ്തു വെച്ചേക്കുന്നത്. അത് വോട്ടിന്റെ ഇത് വരുമ്പോൾ അറിയാൻ പറ്റും എന്തോരം വോട്ട് കുറഞ്ഞുണ്ടാവും എന്നുള്ള എല്ലാം. ഞങ്ങൾ ചെയ്തില്ലെങ്കിലും അതിന്റെ അല്ല, ഞങ്ങൾ വോട്ട് ചെയ്യാനിപ്പോൾ വോട്ടുണ്ടാവില്ല, ചെയ്തിട്ടുണ്ടാവില്ല.
പക്ഷെ മറ്റുള്ള നാട്ടുകാരെല്ലാവരും തിരിഞ്ഞാലും ചെയ്തേക്കുന്നത്. കാരണം ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും മനസ്സിലായ കാര്യങ്ങൾ. അതാണ് സംഭവം. സജിത്ത്, ഒരു വ്യക്തിയുടെ മാത്രം താല്പര്യത്തിന്റെ പുറത്ത് ഒരു പാർട്ടി പ്രവർത്തകരെ എന്നതിലേക്ക് അപ്പുറത്തേക്ക് ചില മനുഷ്യസ്നേഹികളെ ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് വിട്ടുകൊടുക്കുന്ന പോലീസിന്റെ അടക്കം നടപടി അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. പോലീസ് അന്ന് ഇവിടെ വന്ന സമയത്ത് പോലും, അന്ന് നമ്മൾ ഇവിടെ എത്തി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പോലും മരട് പോലീസ് വന്ന് പറഞ്ഞത് ഇത് ഒരു അമ്മയും മകളും തമ്മിലുള്ള പ്രശ്നമാണ്, ഞങ്ങൾക്കിതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോലീസ് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. പിന്നീട് MLA കളക്ടറും ഒക്കെ ഇടപെട്ടിട്ട് പോലും അവർ കൃത്യമായ ഒരു നടപടിയെടുക്കുവാനോ ഈ അമ്മയെ വീട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാനോ തയ്യാറായിരുന്നില്ല. പക്ഷേ ഈ നാട്ടുകാരും മാധ്യമപ്രവർത്തകരും ഒക്കെ ഒറ്റക്കെട്ടായി നിന്നതിന് ശേഷമാണ് ഈ അമ്മയെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചത്. ചേട്ടനെതിരെയും വരെ കേസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്താണ് ഇതൊരു സാഹചര്യത്തിലെ എങ്ങനെയാണ്? ഇല്ല, എന്റെ പേരിൽ കേസില്ല. ഞാൻ ഇതിലൂടെ പോകുമ്പോഴത്തേക്കും ഇവിടെ ഈ സംഭവം ഉണ്ടായില്ല. ഞാൻ ഇതിനകത്ത് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. എനിക്ക് അഭിപ്രായം ഉണ്ടാവും, അത് എൻ്റെ ഭാഗത്ത് നിൽക്കണമാണ്. അല്ലാതെ ഞാൻ പരസ്യമായിട്ട് എൻ്റെ അഭിപ്രായം എന്താണെന്നും ഒന്നും ഞാൻ പറയാത്ത ആളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഈ നാട്ടുകാർ കൂടിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ തള്ളയുടെ കാര്യത്തിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള നിലപാടുമുണ്ട്. തള്ളയുടെ പ്രശ്നങ്ങൾ എനിക്കറിയാവുന്ന കൊണ്ടിട്ട്. അപ്പോൾ ഞാൻ ഈ സംഭവത്തിന് ശേഷം ഞാൻ അതിലൂടെ പോകുമ്പോഴത്തേക്കും കുറച്ച് ദിവസം എനിക്കൊരു ശല്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ പലരെയും അസഭ്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അവരെ ചീത്ത പറയുന്നു, ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പരാതി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ പോയപ്പോഴത്തേക്കും വീട് കലക്കി, കുടുംബം കലക്കി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, അത് എന്നോടായിരിക്കും എന്ന് വിചാരിച്ചില്ല. അങ്ങനെ ഒരു 2-3 ദിവസം അവരത് ചെയ്തപ്പോഴത്തേക്കും ഒരു ദിവസം അപ്പോൾ പലരോടും ഞാൻ ഇത് അഭിപ്രായം പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് പോട്ടെ, അത് വിളിച്ചു പറയണില്ലല്ലോ, വ്യക്തമാകുമ്പോൾ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച 15-ാം തീയതി പോകുമ്പോഴത്തേക്ക് ആ കുട്ടി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. കുട്ടി സ്കൂട്ടർ വെച്ച് ഉടനെ ഇത് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ആരോടാണ് ഞാൻ പോകുമ്പോൾ നിനക്കൊരു ബുദ്ധിമുട്ടെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, അപ്പോൾ ആരോട് നീ പറയണമെന്ന് ചോദിച്ചപ്പോൾ അവളുടെ അമ്മയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പറയാൻ പാടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് എടുത്ത് വയ്ക്കുമ്പോൾ അതൊന്നുമല്ല, തന്നോട് തന്നെയെന്ന് പറഞ്ഞു. തന്നോട് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞു. എന്നോട് എന്താ കാരണം പറയാനെന്ന് ചോദിച്ചു. നീ ആരാടി എന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞത്, താൻ കുടുംബം കളിക്കാൻ ഞാൻ നിന്റെ വീട്ടിൽ വന്നവരെല്ലാം പറഞ്ഞിട്ടുണ്ടാ, നിന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാ, നിന്നോട് പറഞ്ഞിട്ടുണ്ടാ, ഈ പ്രശ്നമൊക്കെ നടന്നല്ല, ഞാൻ ഈ കോമ്പൗണ്ടിനകത്ത് കയറിയിട്ടില്ലേ, അറിയാമോ നിനക്ക്? എന്നോട് നീ ഇങ്ങനെ പെരുമാറുന്നുണ്ടെന്ന് ചോദിച്ചു. സജിത്ത്, അത് തന്നെയാണ്. അതായത് ഈ സരോജിനി അമ്മയുടെ മകൾ ടിജോയുടെ മകൾ ഉൾപ്പെടെ ഇതിലെ കൂടി കടന്നു പോകുന്ന നാട്ടുകാരെ അസഭ്യം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. അന്ന് ഈ സംഭവ സമയത്ത് ഇവിടെ സജീവമായി ഉണ്ടായിരുന്ന ഒരു പ്രവർത്തകൻ കൂടിയാണ്, നാട്ടുകാരൻ കൂടിയാണ്. ചേട്ടാ, ഈ സംഭവങ്ങളൊക്കെ വിചാരിക്കാത്ത രീതിയിലേക്കൊക്കെ മാറുന്നു. ഒരു കേസ് വരുന്നു, ആളുകൾ ഒളിവിൽ പോകുന്നു, മോഷണ ശ്രമം, ഭവനഭേദനം അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരികയാണ്. എന്താണ് നിങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി ഈ ഒരു അവസ്ഥയെ എങ്ങനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളിപ്പോൾ അന്ന് ഈ സംഭവം അറിഞ്ഞ് ഇവിടെ രാത്രി ഒരു 6-7 മണിക്ക് എത്തുമ്പോഴത്തേക്കും ഈ അമ്മേനെ മൊത്തം ഈ MLA ഉൾപ്പെടെ എല്ലാവരെല്ലാം വീട്ടിൽ കയറാൻ പറ്റാണ്ട് റോട്ടിൽ നിൽക്കുന്നൊരവസ്ഥയാണ്. അതൊരു കയറ്റാൻ പറ്റുന്നില്ല, കയറ്റില്ലെന്നല്ല. അങ്ങനെ നമ്മൾ ബലമായിട്ട് ഇവർ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു എനിക്ക് അകത്ത് കയറണമെന്ന് അമ്മ പറഞ്ഞ്, അങ്ങനെ നമ്മളെല്ലാവരും നാട്ടുകാരുടെ സഹായത്തോടെ ഈ അമ്മേനെ വീടിൻ്റെ അകത്തേക്ക് സിറ്റ് ഔട്ട് ടിക്കറ്റ് എടുത്ത് ചെയ്ത്. ഇതിനോടൊപ്പം തന്നെ പിന്നെ അകത്ത് കയറണമെന്ന് പറഞ്ഞ അമ്മയ്ക്ക്. അപ്പോൾ നമുക്ക് അകത്ത് കയറാൻ നമുക്ക് പൊളിച്ച് കയറാൻ പറ്റുന്നില്ല. പക്ഷേ എങ്ങനെയോ അമ്മയുടെ നിർബന്ധം കൊണ്ട് അമ്മ തന്നെ അതിന് മുൻകൈ എടുത്ത് ആ വീടിൻ്റെ ഫ്രണ്ടോട് തുറന്ന് അകത്ത് കയറിയത്. അകത്ത് കയറുമ്പോഴത്തേക്കും ഏതാണ്ടും 8-9 ചാനലിൽ ലൈവായിട്ട് ആ കയറുന്ന രംഗം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടുന്ന് ഒന്നും മോഷണം പോയിട്ടില്ലെന്ന് വളരെ വ്യക്തമാണ്. ഇത് 100% കള്ളക്കേസാണ്. ഇപ്പോൾ ഈ കേസ് കൊടുത്തേക്കണ നീതിപാലകന്മാരെ ഒന്നിച്ച് കേൾക്കാനുള്ളത് 70 വയസ്സിൽ കൂടുതൽ അമ്മേനെ അകത്ത് പൂട്ടിയിട്ടേക്കണം. കാരണം അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ, അവർക്ക് മരുന്ന് കൊടുക്കുന്നുണ്ടോ, അവരുടെ അവസ്ഥ എന്താണെന്ന് ഈ നാട്ടിൽ ഞങ്ങൾക്ക് ആർക്കൊന്നും അറിയാൻ പാടില്ല. ഇവർ പുറത്ത് കാണിച്ചിട്ടുമില്ല. പിന്നെ അവിടെ ആരും ചെല്ലാത്തത് ഇപ്പോൾ ഈ നേരത്തെ ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ആര് പോയാലും അതിനകത്ത് ബന്ധപ്പെടാത്ത ആൾക്കാരാണെങ്കിലും ബന്ധപ്പെട്ടവർ ശുദ്ധമായിട്ട് തെറി പറഞ്ഞുകൊണ്ട് അവർക്ക് ഇവിടെ പോകാം. അതായത് ഈ വീടിന്റെ നേരെ റോങ് സൈഡിൽ ഇപ്പോൾ ആൾക്കാർ അങ്ങോട്ട് നടന്നു പോകുന്നത് ഇവരെ പേടിച്ചിട്ട് അത്രയ്ക്ക് മോശം അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ സരോജിനി അമ്മേനെ ആ സംഭവത്തിന് ശേഷം നിങ്ങൾ ആരും കണ്ടിട്ടില്ല? ഇല്ല, കാണാൻ പറ്റില്ല. കാരണം ഇവർ അകത്തുള്ളൊരു ബെഡ്റൂമിൽ അവർ അടച്ചിട്ടാണ്. അതാ ഞാൻ ഇപ്പോൾ ചോദിക്കുകയും ചെയ്തു, ആരും കണ്ടിട്ടില്ല ഇവരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. കാരണം അന്ന് തന്നെ ഈ അമ്മ തീരെ വയ്യാത്തവർ ഇരുന്നത്. എന്നാൽ രാത്രിയോട് അറിയാൻ പാടില്ല. ഇപ്പം അതിനെക്കാട്ടും വീണ്ടും മോശമായിട്ടുണ്ട് അവരുടെ ഒരു ജീവിത രീതി. അതിനെക്കുറിച്ച് ആർക്കും അറിയാൻ പാടില്ല, അതിനെക്കുറിച്ച് ആർക്കും ഒരു പരാതിയില്ല. ഈ നിയമപാലകർ അതിനെക്കുറിച്ച് അന്വേഷിക്കണമല്ലോ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
സജിത്ത്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സരോജിനി അമ്മ ഈ സംഭവത്തിന് ശേഷം ഇവരാരും തന്നെ കണ്ടിട്ടില്ല. നാട്ടുകാരൊക്കെ ഇവർക്ക്, അയൽവാസികളൊക്കെ ഇവർക്ക് ആഹാരം കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർക്കാർക്കും അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കാത്ത, സരോജിനി അമ്മയുടെ സുഖവിവരം അന്വേഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ഈ നാട്ടുകാരെയൊക്കെ ഇങ്ങനെ തെറി പറയുന്ന, അസഭ്യം പറയുന്ന മകൾ, അല്ലെങ്കിൽ അമ്മയെ വീടിന് പുറത്താക്കി പൂട്ടിപ്പോയ മകൾ ഈ അമ്മ വീട്ടിനുള്ളിലുള്ളപ്പോൾ കൃത്യമായി നോക്കുന്നുണ്ടോ എന്നതിൽ ഇപ്പോൾ ആർക്കും തന്നെ, നാട്ടുകാർക്ക് യാതൊരു വിവരവുമില്ല. ഇവർക്ക് കൃത്യമായി ഭക്ഷണം കിട്ടുന്നുണ്ടോ, ഇവരെ ആശുപത്രിയിലേക്ക് ഇവർക്ക് വേണ്ട ചികിത്സ ലഭിക്കുന്നുണ്ടോ, ഇതിലൊന്നും യാതൊരുവിധ അറിവും ഈ നാട്ടുകാർക്കില്ല. ഇവർക്കിപ്പോ പേടിയാണ് ഈ വീട്ടിന്റെ ഉള്ളിലേക്ക് പോകാൻ. കാരണം അത്ര വലിയ പ്രശ്നങ്ങളാണ് ഈ അമ്മയുടെ കാര്യം അന്വേഷിക്കാൻ പോകുമ്പോൾ ഇവർക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ പോലീസോ കളക്ടറോ അല്ലെങ്കിൽ സ്ഥലം MLA യോ ആരും ആയിക്കോട്ടെ, ഒരു ജനപ്രതിനിധികളോ ഈ അമ്മയുടെ പിന്നീടുള്ള സുഖവിവരം അന്വേഷിച്ച് ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അമ്മയുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ഈ നാട്ടുകാർക്കോ ആർക്കും ഒരു വിവരമില്ല. ഈ അമ്മ ഇവിടെ ഉണ്ടോ എന്ന് പോലും ഇവർക്ക് അറിയാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ്. നമ്മൾ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ട്, മാഡത്തിനോട് തന്നെ ചോദിക്കാം. മാഡം, ഈ അമ്മയുടെ നിലവിലെ സ്ഥിതിയെക്കുറിച്ചോ അല്ലെങ്കിൽ അമ്മയ്ക്ക് കൃത്യമായി ഭക്ഷണം ലഭിക്കുന്നുണ്ടോ ഒന്നും തന്നെ ഇവിടെയുള്ള ആർക്കും അറിയില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് ആ മകൾ കാരണം ആ അമ്മ അനുഭവിക്കുന്ന ദുരിതം ഇപ്പോഴും മാറിയിട്ടില്ല. എന്താണ് ഇതിലൊരു നടപടി എന്നോണം എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഞങ്ങൾ ഇപ്പം അമ്മേനെ അവിടെ കയറ്റാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. കാരണം അമ്മ വന്നിട്ട് എൻ്റെ അനിയൻ്റെ വീട്ടിലാണ് വന്നത്. 10 ദിവസം ആയപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ അതിനു മുമ്പ് തന്നെ പല പ്രാവശ്യവും നമ്മൾ പാർട്ടിയായിട്ട് ഇടപെട്ടിരുന്നു. ഇവർ വീട്ടുകാരായിട്ട് ജിജോ എന്ന് പറഞ്ഞ ജിജോ വിദ്യാരായിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു വിധത്തിലും അവർ അകത്ത് കയറ്റില്ല എന്നുള്ളൊരു വാശിയിലായിരുന്നു, ഈ വീട്ടിൽ കയറ്റില്ല എന്നുള്ള ആ ഒരു ഇത് ഞങ്ങൾ അറിഞ്ഞിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ അത്രയും ദിവസം നടന്നത്. അങ്ങനെ ആദ്യം അടുത്ത് നമ്മൾ പോകുന്നത് പോലീസ് സ്റ്റേഷൻ വഴി നമ്മൾ ചെന്നിട്ടാണെങ്കിലും കാര്യങ്ങൾ നമ്മൾ നടന്നില്ല. പോലീസ് സ്റ്റേഷനിലും കേസ് മരവിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിനുശേഷം നമ്മൾ RDOയിൽ പോയി, RDOയിൽ ചെന്നിട്ടാണെങ്കിലും നമുക്ക് അവിടുന്ന് നീതി കിട്ടി. ആദ്യം നമുക്ക് അമ്മനെ കയറ്റാനുള്ള നമുക്ക് ഓർഡറും കയ്യിൽ കിട്ടി. നമ്മളിവിടെ വന്നപ്പോൾ പോലീസുകാരും വന്നിരുന്നു. പക്ഷെ അന്ന് കയറ്റാൻ സാധിക്കാതെ നമ്മുടെ MLA ഒക്കെ വന്നിരുന്നു. ആ സമയത്ത് ഇവിടെ എല്ലാ ജനകീയമായിട്ട് എല്ലാവരും നമ്മുടെ കൂടെ നിന്നു. BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഞങ്ങളുടെ പാർട്ടിയുടെ ആളുകളാണെങ്കിലും എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ അത് എല്ലാ സംഭവങ്ങളെല്ലാം കാറ്റിപ്പറത്തിയ പോലെ ആ നിയമങ്ങളെല്ലാം ആ സമയത്ത് പോയെന്നുള്ളതാണ്. ആ ഓർഡർ പോലും എടുക്കാനായിട്ട് തയ്യാറാവാതെ കയറ്റാൻ പറ്റാതെ ആ സമയത്ത് നിൽക്കേണ്ടി വന്നു. പക്ഷെ അത് കണ്ട് ജനകീയമായിട്ട് തന്നെ അമ്മയുടെ ആ ഒറ്റ ആത്മബലത്താൽ ആ വീട് കുത്തി തുറന്ന് അമ്മ അകത്ത് കയറിയതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും കയറാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾക്ക് തോന്നുന്നു. പക്ഷെ അതിനുശേഷം ഈ അമ്മേനെ കാണാനോ ഞങ്ങൾക്ക് ചെല്ലാനോ ഞങ്ങൾക്ക് ആർക്കും പറ്റുന്നില്ല. ഇവർ പിറ്റേ ദിവസം കഴിഞ്ഞ് ഇവരിവിടെ ഒരു പത്രസമ്മേളനം നടത്തി. അത് ഞങ്ങളെ ഫുള്ളായിട്ട് ആക്ഷേപിച്ചുകൊണ്ടാണ് അത് മുഴുവൻ നടത്തിയത്. അതിനുശേഷം ഞങ്ങൾ അമ്മയുടെ ചെല്ലി അമ്മക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവർ അമ്മയും 2 മക്കളും കൂടി വന്നതിന് ശേഷം ഞങ്ങളോട് മെയിനായിട്ട് എന്നോടാണ് കൂടുതൽ വൈരാഗ്യമാണ്. ബിന്ദു പീതാംബരൻ, നിന്റെ കഥ കഴിഞ്ഞു, നിന്റെ പരിപാടി അവസാനിച്ചു എന്നും പറഞ്ഞാണ് ഇവർ വെല്ലുവിളിക്കണ പോലെ, എന്നെ ഏതാനും കൊലപാതകം ചെയ്യാൻ പോണ പോലെയാണ് അവരെപ്പോൾ കണ്ടാൽ. ഇപ്പം ഞാൻ ഈ വഴിക്കൂടി പോകണ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ചാടി വരും. CCTV ഉണ്ട് അവരുടെ വീട്ടിൽ. അത് ഇവരകത്തിരുന്ന് നോക്കിയിട്ട് നമ്മളെ കണ്ടു ചാടിങ് വന്നിട്ട് പിന്നെ പറയുന്ന വാക്കുകൾ എടി എന്നല്ലാണ്ട് വിളിക്കില്ല. ഈ പിള്ളേരൊക്കെ കുഞ്ഞിലോടെങ്കിൽ ഞങ്ങൾ എടുത്തുകൊണ്ട് നടന്ന കുട്ടികളാണ്, അതുപോലെ സംരക്ഷിച്ചിരുന്ന വെച്ചാണ് അവരെ. പക്ഷെ അവരുടെ ആ മനോഭാവമൊക്കെ മാറിപ്പോയെന്നുള്ള, പിന്നെ നമ്മൾ ഏതാണ്ട് അവർക്ക് ദ്രോഹം ചെയ്തു എന്നുള്ള രീതിയിലാണ് അവർ കാണിക്കുന്നത്. പക്ഷെ ഈ അമ്മയുടെ പ്രശ്നത്തിൽ മാത്രം നമ്മൾ വന്നിട്ടുള്ളൂ, അല്ലാതെ നമ്മളല്ലാതെ അവർക്ക് ദ്രോഹം ചെയ്ത് ചെന്നിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും അവർ എന്നെ ഭയങ്കരമായിട്ട്, എന്നെ എൻ്റെ കുടുംബക്കാരെയും മക്കളെ, എൻ്റെ മോളെ കല്യാണം കഴിച്ചാൽ ആ കുട്ടീനെ തുടങ്ങിയാണ് മയക്കമരുന്ന് അടിമയാണ് അങ്ങനെയൊക്കെ പറയണം. അത്രക്കും മോശമായിട്ട് പിന്നെ എന്നെയൊക്കെ ഭയങ്കര ഇൻസൾട്ട് ചെയ്ത് തന്നെ പറയണം. എന്താ പറയണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ചാനലിൽ. അതുപോലെയാണ് ആ കുട്ടികൾ. ഇളയ മോളെന്ന് പറഞ്ഞാൽ അധികം പ്രായമൊന്നുമില്ല ആ കുട്ടിക്ക്, 23 വയസ്സേ ഉള്ളൂ. പക്ഷെ ആ കുട്ടി പറഞ്ഞായിട്ട് നമ്മുടെ തല പൊട്ടി പത്ര പോലെ രീതിയിലാണ് ആ കുട്ടി പോലെ സംസാരിക്കണം. അപ്പം നമുക്ക് തിരിച്ചൊന്നും പറയാനില്ല. കാരണം തിരിച്ച് പാർട്ടിയോട് ആലോചിക്കുമ്പോൾ ഒന്നും പറയണ്ട, എടുക്കണ്ട. അപ്പം ആ രീതിയിൽ ഇപ്പം ഞാനൊരു ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പാർട്ടിക്കെതിരായിട്ട് അധികം പറയാനും പറ്റുന്നില്ല. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടി മെമ്പറും കൂടിയാണ്. ഞങ്ങൾക്ക് അങ്ങനെ പറയണത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മളൊന്നും അവരോട് പ്രതികരിക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ നമുക്ക് ഈ അമ്മേനെ നോക്കണമെന്നും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. അമ്മ അവിടെ നിന്ന് ജനലിൻ്റെ അവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്കുന്ന ആളുകളെ കംപ്ലീറ്റ് പിന്നെ അവിടെ നിന്ന് ചീത്ത പറയില്ല. ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട്, ആ ഷോപ്പിലോട്ട് ആരെങ്കിലും വന്നു കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ ചീത്ത പറയില്ല. ഈ പുള്ളിക്കാർക്ക് ഒരു അനിയത്തിയുണ്ട്, സിജി എന്ന് പറഞ്ഞ്, മാമംഗലത്താണ്. അതുങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ ഭയങ്കരമായിട്ട് ചീത്ത പറയലും ബഹളവും അങ്ങനെ എന്താണ് അവർ ചാണകവെള്ളം വരെ കലക്കി വെച്ചോടാ ഞങ്ങളുടെ മേത്തൊഴിക്കാൻ. ഈ അമ്മ പറഞ്ഞപ്പോഴാണ് അമ്മ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ചാണകവെള്ളം കലക്കി വെച്ചേക്കാനാണ് മേത്തൊഴിക്കാൻ. അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ചെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മേത്ത് ഒഴിച്ചേനെ. അത്രക്കും ഭീകരമായിട്ടാണ് അവർ അമ്മയും മക്കളും കൂടി. ഈ മകൾക്ക് കൃത്യമായ ഒരു പാർട്ടിയുടെ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ?
ഉറച്ച് വിശ്വസന അത് പാർട്ടി മൊത്തമായിട്ട് അവർ സപ്പോർട്ട് ചെയ്യണല്ല. മെയിനായിട്ട് അവരുടെ കൂടെ അനിൽകുമാർ എന്നൊരാളുണ്ട്, അത് ജിജോന്റെ കൂടെയുള്ള ആളാണ്. ആ പുള്ളിയാണ് ഇവിടെ വന്നിരുന്ന വെച്ചത് അവരെ സംരക്ഷിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ സംരക്ഷണം ഞങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടി ദ്രോഹമായെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ആ നമ്മുടെ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഈ അനിൽകുമാർ അവര് ഭയങ്കര കൂട്ടായിട്ടുള്ള ആൾക്കാരാണ്. ആ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ആൾക്കാർ. അപ്പൊ എന്ത് പറഞ്ഞാലും ഇവര് ജില്ലാ സെക്രട്ടറി ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു. എന്ത് പറയാനും ജില്ലാ സെക്രട്ടറി എന്താണ്. പക്ഷെ ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ടാവില്ലായിരിക്കും. എന്നിരുന്നാലും പറയണം മുഴുവൻ ഞങ്ങൾ ജില്ലാ സെക്രട്ടറി സപ്പോർട്ട് കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണം. എല്ലാം ജില്ലാ സെക്രട്ടറി അറിഞ്ഞിട്ട് ചെയ്യണം. പക്ഷെ ജില്ലാ സെക്രട്ടറി ഒരിക്കലും ഇങ്ങനെ ചീത്ത പറയുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാലും ഇവർ പറയണത് മുഴുവനും ജില്ലാ സെക്രട്ടറിയുടെ അറിവോടുകൂടിയാണ്. പിന്നെ അങ്ങനെ പോലീസുകാരാണെങ്കിൽ പോലും അവരോടൊന്നും നമുക്ക് നമ്മൾ പെരുമാറുന്ന പോലെയല്ല. അവർക്ക് എല്ലാം കമ്മീഷണർ ലെവലിലുള്ള കാര്യങ്ങളിലൂടെയാണ് അവർ പറയണം. എല്ലാം ഞങ്ങൾക്ക് കമ്മീഷണർ ലെവലിലാണ് കാര്യങ്ങൾ നടക്കണം. എന്താ അങ്ങനെ പറയണമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. എന്തായാലും ഇവിടെ ഇപ്പൊ ഈ ചേട്ടൻ തന്നെ ബഹളം വെച്ചിട്ട് ചേട്ടൻ ഒരു പെറ്റീഷൻ കൊണ്ടു കൊടുത്തിട്ട് അതുപോലും മറ്റേ സ്റ്റേഷനിൽ നിന്ന് വന്ന് അവരോടൊന്ന് ചോദ്യം ചെയ്യാൻ പോലും വന്നില്ലെന്നുള്ളതാണ്. അപ്പൊ അത്രക്കും അവർക്ക് ഹാൻഡ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ജില്ലാ സെക്രട്ടറിയെ നിങ്ങൾ ഈ വിവരം അറിയിക്കാൻ ഏതെങ്കിലും വിധത്തിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി നിലയിൽ ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറി സുധീർ കുമാറിനെ എല്ലാ കാര്യങ്ങളും, അതായത് LC മെമ്പർമാരോട് എല്ലാ കാര്യങ്ങളും അറിയിച്ചിരുന്നു. അതിൽ ഏരിയ സെക്രട്ടറി നേരിട്ട് പോയി കണ്ടു. ഞങ്ങളുടെ ഉദയകുമാർ സഖാവിനെ നേരിട്ട് പോയി കണ്ട് ഞാൻ സംസാരിച്ചാണ്. ഇവരെ 4 പേരെ കള്ളക്കേസിൽ കുടുക്കിയപ്പോൾ ഒരു കാര്യമില്ലാതാണ് കള്ളക്കേസിൽ കുടുക്കിയത്. അങ്ങനെ അതെല്ലാം ഞാൻ ചെന്ന് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞതാണ്. ജില്ലാ സെക്രട്ടറി നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും ജില്ലാ സെക്രട്ടറി അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോക്കൽ സെക്രട്ടറി ആണെങ്കിലും ഏരിയ സെക്രട്ടറി ആണെങ്കിലും എല്ലാം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സജിത്ത്, ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി അടക്കം ഈ വിവരങ്ങൾ കൃത്യമായി ഇവർ അറിയിച്ചതാണ്. ജില്ലാ സെക്രട്ടറിയോട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കണം. ഈ അമ്മയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചിട്ടുള്ള സംരക്ഷണം ഒരുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതോടൊപ്പം ഈ നാട്ടുകാർക്കെതിരെ കള്ളക്കേസ് എടുത്തതിലും ഒക്കെ ഒരു തീരുമാനമുണ്ടാക്കണം, ഈ കേസ് പിൻവലിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് ഇതിനോടകം തന്നെ ഈ ബ്രാഞ്ച് സെക്രട്ടറിയും ഈ പാർട്ടി പ്രവർത്തകരും അംഗങ്ങളും ഒക്കെ ഇവരെയൊക്കെ സമീപിച്ചതാണ്. പക്ഷേ ഇതുവരേക്കും ഇതിൽ ഇടപെടുവാനോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം കണ്ടുപിടിക്കാനോ ഈ കേസ് പിൻവലിക്കാനോ ഒന്നും തന്നെ ജില്ലാ സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളോ ആരും തന്നെ ഉയർന്നിട്ടില്ല അല്ലെങ്കിൽ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. ഈ ഒരു വൃദ്ധയായ ഒരു സ്ത്രീയെ സഹായിച്ചതിന്റെ പേരിൽ പാർട്ടിയുടെ ഒരു സഹായം അല്ലെങ്കിൽ പാർട്ടിയുടെ മറവിൽ ഒരു വ്യക്തി, ചില വ്യക്തികൾ എന്ന് ഇവർ പറയുന്നുണ്ട്, ചില വ്യക്തികൾ ഇതിൽ ഉൾപ്പെട്ട് അവരെല്ലാം ഈ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇവർക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നു എന്നാണ് ഈ നാട്ടുകാരും ബ്രാഞ്ച് സെക്രട്ടറി അടക്കം വിശ്വസിക്കുന്നത്. കേസ് എടുത്തിട്ടുള്ള വ്യക്തിയാണ്. അന്ന് എന്ത് പേരിലായിരുന്നു കേസ് എടുത്തിരിക്കുന്നത്? അതായത് ഭവനഭേദനം ഉണ്ടായിരുന്നു, പിന്നെ പാദസരം മോഷ്ടിച്ചെന്നും പറഞ്ഞായിരുന്നു. എന്തായാലും നവമി സൂചിപ്പിക്കുന്നത് പോലെ തൃപ്പൂണിത്തറയിൽ അന്ന് അവിടെ നടന്ന ആ സംഭവത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പോലീസിന്റെ ഇടപെടൽ, ആർക്കൊപ്പമാണ് പോലീസ് നിൽക്കുന്നത് എന്ന ചോദ്യമാണ്. വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ പോലും കുടുക്കാനുള്ള പോലീസിന്റെ നീക്കം, വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ ഉണ്ടാവുന്നത്. ജനപ്രതിനിധികളടക്കം ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. CPM നേതൃത്വമാണ് ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാവുന്നത്. CPMന്റെ ജില്ലാ സെക്രട്ടറിയുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നതാണ് എറണാകുളത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി നൽകുന്ന വിശദീകരണം.